നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത്. സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എം.ജി. പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. പ്രതീഷ്, ഇത് ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? കൃഷ്ണകുമാർ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്? അജിക്കെ, മ്യൂസിയം പോലീസ് നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് ജി കൃഷ്ണകുമാറിന്റെ പരാതിയിൽ എടുത്ത കേസാണ്. അത് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ കവടിയാറിൽ നടത്തിയൊരു സ്ഥാപനത്തിൽ, അതേ സ്ഥാപനത്തിലെ 3 ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയിരുന്നു. അതേ സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരുന്ന QR കോഡ് മാറ്റി 2024 മുതൽ തട്ടിപ്പ് നടത്തിയെന്നതായിരുന്നു ജി കൃഷ്ണകുമാർ മകളും നൽകിയ പരാതി. ഈ പരാതിയിൽ ആ സ്ഥാപനത്തിലെ 3 ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം അതിൽ ജീവനക്കാരിയായ ഒരാളുടെ ഭർത്താവ് കൃഷ്ണകുമാറിന്റെ മകളെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച മറ്റൊരാൾക്കെതിരെയും, അങ്ങനെ 4 പേർക്കെതിരെയാണ് ഈ ജി കൃഷ്ണകുമാറിന്റെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്തത്. ഇതിൽ 69 ലക്ഷം രൂപ ഈ ജീവനക്കാർ തട്ടിയെടുത്തുവെന്നതാണ് ജി കൃഷ്ണകുമാറിന്റെ പരാതി. ഇതിനു പിന്നാലെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഈ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നു എന്നതിനാണ് ജി കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ മറ്റൊരു കേസ് കൂടി ഇപ്പോൾ മ്യൂസിയം പോലീസ് എടുത്തിരിക്കുന്നത്. ഈ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് 8 ലക്ഷത്തിലധികം രൂപ ഈ വാങ്ങിയെടുത്തതിന്റെ രേഖകൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് നിലവിൽ മ്യൂസിയം പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം ജി കൃഷ്ണകുമാറിന്റെ മകളായ ദിയ കൃഷ്ണയ്ക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ 2 കേസുകളാണ് ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതിയിൽ എടുത്തിരിക്കുന്നത്.